ത്രിയേക ദൈവത്തിന് സ്തുതി. യേശുവിൽ സ്നേഹവന്ദനം. വേദനിപ്പിച്ച പലരോടും ക്ഷമിച്ചിട്ടുണ്ടെന്നാണ് നമ്മളൊക്കെ കരുതിയിരിക്കുന്നത്. എന്നാൽ ക്രിസ്തു ആവശ്യപ്പെടുന്നത് പോലെ ക്ഷമിച്ചിട്ടുണ്ടോ എന്നതാണ് ചോദ്യം. അവിടുന്ന് ആവശ്യപ്പെടുന്നത് ഹൃദയപൂർവ്വം ക്ഷമിക്കണമെന്നാണ്. നമ്മൾ നൽകിയ പല ക്ഷമകളും ഹൃദയപൂർവ്വമല്ല, ബുദ്ധിപൂർവമായിരുന്നു. ഒരു സ്ത്രീ തൻ്റെ ജീവിത പങ്കാളിയോട് ക്ഷമിച്ചതിനെക്കുറിച്ച് അഭിമാനത്തോടെ പറയുന്നു. തിരിച്ചു പറയാൻ വായിൽ തികട്ടി വന്നതാണ്. പിന്നെ മക്കളെയോർത്ത് ഞാനങ്ങ് ക്ഷമിച്ചു. അയൽക്കാരനോട് ക്ഷമിച്ചവന് പറയുവാനുള്ളതും ഇങ്ങനെയാണ്: അവനോടൊന്നും ക്ഷമിക്കേണ്ടതല്ല, പിന്നെ ഒരാവശ്യം വന്നാൽ ഓടിച്ചെല്ലുവാൻ അവനല്ലേ അടുത്തുള്ളൂ എന്നോർത്ത് ഞാനങ്ങ് ക്ഷമിച്ചു. മറ്റൊരാൾ ക്ഷമിച്ചതിൻ്റെ കാരണം കേൾക്കൂ. മുകളിൽ ഒരാൾ ഇതൊക്കെ കാണുന്നുണ്ട്, അതുകൊണ്ട് ഞാനങ്ങ് ക്ഷമിച്ചു. ഇങ്ങനെ നോക്കിയാൽ ക്ഷമിച്ചതിന് നമുക്കൊക്കെ പറയാൻ ഓരോ കാരണങ്ങളുണ്ട്. അങ്ങനെയെങ്കിൽ നമ്മുടെ ക്ഷമ നൽകൽ ഹൃദയപൂർവമായിരുന്നില്ല. അതുകൊണ്ടാണല്ലോ ക്ഷമിച്ചു എന്ന് പറയുമ്പോഴൊക്കെ നമുക്കനുകൂലമായ കാരണങ്ങളെ കൂട്ടുപിടിക്കുന്നത്. കുരിശിൽ യേശു നൽകിയ ക്ഷമയാണ് ഹൃദയപൂർവമായ ക്ഷമയ്ക്കുള്ള മാനദണ്ഡം. അവിടുന്ന് ക്ഷമിക്കാൻ ബുദ്ധിയിൽ ഒരു കാരണവും തേടുന്നില്ല. ഇവർ ചെയ്യുന്നത് എന്താണെന്ന് ഇവർ അറിയുന്നില്ല എന്നതാണ് യേശുവിന് പറയുവാനുള്ളത്. തന്നെ വേദനിപ്പിച്ചവരുടെ പക്ഷത്ത് നിന്ന് സംഭവിച്ചതിനെ നോക്കിക്കാണുമ്പോൾ യേശുവിന് അവരോട് സഹതാപം തോന്നുകയാണ്. തന്നെ ഉപദ്രവിക്കുന്നവരൊക്കെ നല്ലവരാണ്, എന്നാൽ അവർക്ക് പോലും മനസ്സിലാക്കുവാൻ കഴിയാത്ത ചില സാഹചര്യങ്ങളും ദൈവനിയോഗങ്ങളുമാണ് അവരെ കൊണ്ട് ഇങ്ങനെ ചെയ്യിക്കുന്നത് എന്നതാണ് ക്രിസ്തുവിൻ്റെ പക്ഷം. താൽക്കാലികമായി അവർ തനിക്ക് വേദന തരുന്നുണ്ടെങ്കിലും ഇവരൊക്കെ അന്തിമമായി ദൈവകരങ്ങളിലെ നന്മയ്ക്കുള്ള ഉപകരണങ്ങൾ തന്നെയാണെന്ന് അവിടുന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ ക്രിസ്തുവിൻ്റെ ക്ഷമ ക്ഷമിക്കണോ വേണ്ടയോ എന്ന ചിന്തയ്ക്ക് ഇട നൽകാത്ത വിധം കരുണയുടെ അരുവിയെന്നോണം ഹൃദയത്തിൽ നിന്ന് പുറപ്പെടുന്നു. ക്ഷമ ലഭിച്ചവരിൽ അത് ഹൃദയ പരിവർത്തനം ഉളവാക്കുന്നു. നോമ്പിൻ്റെ ഈ പുണ്യനാളുകളിൽ ക്രൂശിതനരികെ അല്പനേരം ഇരുന്നാൽ മതി. ക്ഷമിക്കുന്ന സ്നേഹം നിറച്ചു തന്ന് കഴിഞ്ഞ കാലങ്ങളിലെ മുറിവുകൾ അവൻ സൗഖ്യമാക്കിക്കൊള്ളും. 2 ദിനവൃത്താന്തം 7:14. എൻ്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എൻ്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച് എൻ്റെ മുഖം അന്വേഷിച്ച് തങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ടുതിരിയുമെങ്കിൽ ഞാൻ സ്വർഗത്തിൽ നിന്നു കേട്ട് അവരുടെ പാപം ക്ഷമിച്ച് അവരുടെ ദേശത്തിന് സൗഖ്യം വരുത്തി കൊടുക്കും. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിലച്ചൻ.